നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീവിദ്യ സുരേഷ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സോറിയാസിസ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. എന്താണ് സോറിയാസിസ്? സോറിയാസിസ് ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസ് ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് നമ്മുടെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ തന്നെ ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സോറിയാസിസിന് സാധാരണയായി കാരണങ്ങളായി വരാറുള്ളത്. ഇതെല്ലാം കൂടാതെ ചിലപ്പോൾ മദ്യപാനം, പുകവലി, അമിതഭാരം, തണുപ്പുള്ള കാലാവസ്ഥ, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്ക് വേണ്ടി നാം കഴിക്കുന്ന ചില മരുന്നുകൾ, ഇതൊക്കെ സോറിയാസിസ് ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസും സോറിയാസിസ് ട്രിഗർ ചെയ്യാറുണ്ട്. സോറിയാസിസ് ശരീരത്തിലെ ഏത് സ്കിന്നിനെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും സാധാരണയായി കൈമുട്ട്, കാൽമുട്ട്, എക്സ്റ്റൻസർ ആസ്പെക്ട്, ഉള്ളം കൈ, കാൽപാദം, തലയോട്ടി എന്നീ ഭാഗങ്ങളിലാണ് സാധാരണയായി സോറിയാസിസ് കണ്ടുവരാറുള്ളത്. ചുമന്ന് തടിച്ച് കട്ടിയുള്ള വരണ്ട പൊറ്റകളായിട്ടാണ് സോറിയാസിസ് ലീഷൻസ് സാധാരണയായിട്ട് കാണുന്നത്. സോറിയാസിസ് സ്കിന്നിനെ കൂടാതെ ജോയിന്റ്സിനെയും അതുപോലെ തന്നെ നഖങ്ങളെയും എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ സോറിയാസിസ് ഒരു കാരണവശാലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധിയല്ല എന്നുള്ളതാണ്. സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റ് പലതരത്തിലാണ്. അത് നമ്മൾ സിവിയറിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ എത്രമാത്രം ബോഡി സർഫസ് ഏരിയ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നതിനനുസരിച്ചും, ചിലപ്പോൾ പേഷ്യന്റിന്റെ വയസ്സ്, അതുപോലെ തന്നെ പേഷ്യന്റിന് മറ്റേതെങ്കിലും രോഗങ്ങളുണ്ടോ എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഡിസൈഡ് ചെയ്യാറുള്ളത്. മോയ്സ്ചറൈസർ ഉൾപ്പെടുന്ന കുറച്ച് ടോപ്പിക്കൽ ഏജൻസും, അതായത് പുരട്ടാനുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി അതായത് ലൈറ്റ് ട്രീറ്റ്മെന്റ്, ഇതൊക്കെ കൂടാതെ പുതിയ ബയോളജിക്കൽസ് തുടങ്ങിയവയെല്ലാം തന്നെ സോറിയാസിസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതോടൊപ്പം തന്നെ മദ്യപാനം, പുകവലി ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഡയറ്റിൽ ചില മോഡിഫിക്കേഷൻസ് കൂടി വരുത്തിയാൽ സോറിയാസിസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ സോറിയാസിസിന്റെ എല്ലാവിധ ട്രീറ്റ്മെന്റ്സും ഇൻക്ലൂഡിംഗ് ഫോട്ടോതെറാപ്പി, ബയോളജിക്കൽസ് ഇവയെല്ലാം അവൈലബിൾ ആണ്. താങ്ക് യു.